Hello everyone, welcome to G-Board Plus 2 Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്റർ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഹിസ്റ്ററിയിലെ പ്ലസ് ടു ഹിസ്റ്ററിയിലെ 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാം കേട്ടോ. 5ാമത്തെ ചാപ്റ്ററിൽ അൽ ബിറൂനി ആൻഡ് കിതാബ് അൽ ഹിന്ദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് എസ്സേ വരെ ചോദിച്ചുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, അൽ ബിറൂനിയെ കുറിച്ചിട്ടും കിതാബ് അൽ ഹിന്ദിനെ കുറിച്ചിട്ടും. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. അൽ ബിറൂനിയെ കുറിച്ചിട്ടും കിതാബ് അൽ ഹിന്ദിനെ കുറിച്ചിട്ടും 8 മാർക്കിനെ കുറിച്ച് ചോദിക്കും. ചിലപ്പോൾ അൽ ബിറൂനിയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു 3 മാർക്ക് ചോദിച്ചേക്കാം, കിതാബ് അൽ ഹിന്ദിനെ കുറിച്ചിട്ട് 3 മാർക്ക് ചോദിക്കാം. എന്താ ഇത് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ ഇബ്നു ബത്തൂത്ത ഒരു പുസ്തകമാണെന്ത്, റിഹില. ഇബ്നു ബത്തൂത്തയെ കുറിച്ചിട്ടും റിഹിലയെ കുറിച്ചിട്ടും. അതേപോലെ ഇബ്നു ബത്തൂത്തയാണ് ഇന്ത്യയിലെ സിറ്റീസ്, ഇന്ത്യയിലെ നഗരങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഉലൂക്ക് ആൻഡ് ദവ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ആശയവിനിമയ സംവിധാനത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ റിഹിലയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത് ഫ്രാങ്കോയിസ് ബേണിയർ ആണ്. ഫ്രാങ്കോയിസ് ബേണിയർ എന്താണ്, ഇന്ത്യയിലേക്ക് ഡോക്ടർ ആയിരുന്നില്ല, ട്രാവൽസ് ത്രൂ മുഗൾ എംപയർ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതിൽ ഫ്രാങ്കോയിസ് ബേണിയർ എന്താണ്, ഈസ്റ്റിനെയും വെസ്റ്റിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എക്സാമിന് ചോദിക്കും. ആൻഡ് അതായത് അദ്ദേഹം കിഴക്കിനെ താഴ്ത്തി കെട്ടിട്ട് ഏഷ്യയൊക്കെ എന്താണെന്ന് മോശമാക്കി ചിത്രീകരിച്ചിട്ട് ഒരാളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാം ചോദിക്കാറുണ്ട്. പിന്നെ വിമൻസ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് വിമൻ, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ, അതുപോലെ സ്ലേവ്സ് അടിമകളുടെ അവസ്ഥ, അതും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോ മക്കളെ. ഇതൊക്കെ നമ്മൾ ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടുക, എജുപോണിന്റെ ബാച്ചിലാണ്. ഈ ചാപ്റ്റർ എന്നുള്ള PYQs, ഡൗട്ട് ക്ലിയറൻസ്, നോട്ടുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജുപോണിന്റെ ബാച്ചിലാണ്. യൂട്യൂബിൽ വളരെ കുറച്ച് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജുപോണിന്റെ ബാച്ചിലാണ് കൂടുതൽ ക്ലാസ്സിൽ ഉണ്ടാവുക. യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സാം ജസ്റ്റ് പാസ് ആവാൻ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടണമെങ്കിൽ ഡെയിലി പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഡെയിലി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുക എജുപോണിന്റെ ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. എന്നും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നും ക്ലാസ്സുകൾ കിട്ടണം. അതുണ്ടാവുക എജുപോണിന്റെ ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാണ്ട് കമന്റ് ബോക്സിൽ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇനി 6ാമത്തെ ചാപ്റ്റർ ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന് വിളിക്കുന്ന 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഒന്ന് ഏർലി ഭക്തി ട്രഡീഷൻ, ആദ്യകാല ഭക്ത പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടില്ല. അതായത് അൽവാർസ്, നയനാസ്, അവരുടെ പ്രത്യേകത. അതേപോലെ തന്നെ അന്നത്തെ കാലത്തെ ഈ ചോള ഡൈനാസിൽ, അതായത് തമിഴ്നാട്ടിലെ അൽവാർമാരും നയനാർമാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ചോള ഡൈനാസി എങ്ങനെയാണ് ഈ ഭക്തി മൂവ്മെന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്, അതൊക്കെ എക്സാമിന് ചോദിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് വീരശൈവ മൂവ്മെന്റ് അല്ലെ, ശ്രദ്ധിക്കണം. എന്താണ് ബസവണ്ണയുടെ വീരശൈവ മൂവ്മെന്റ് 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ബസവണ്ണയുടെ വീരശൈവ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനും 4 മാർക്കിനും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ സൂഫിസം, ഈ സൂഫിസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂഫിസം ആൻഡ് കൻകാസ് ആൻഡ് സിൽസില, അതിനെ ചിസ്തി സൂഫിസം. സൂഫികളിൽ ഒരുപാട് സിൽസിലകളുണ്ട്. സൂഫിസത്തെ കുറിച്ച് ചോദിക്കും, സിൽസിലയെ കുറിച്ച് ചോദിക്കും, കൻകകളെ കുറിച്ച് ചോദിക്കും, കവാലിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കണേ, കൻക, കവാലി, സൂഫിസം കാര്യങ്ങളൊക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, കൻകാസ്, സിൽസിലാസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സൂഫിസം ചോദിക്കും. അതേപോലെ കവാലി എന്ത് ചെയ്യാറുണ്ട്, സൂഫിസത്തിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഈ സൂഫിസത്തിൽ ചിസ്തി സിൽസിലയെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ കബീർ ദാസ്, അതേപോലെ ബാബ ഗുരുനാനാക്ക്, മീരാബായ്, ഈ 3 ആളുകളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടും എക്സാമിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ 5-6 മാർക്കിനും ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് 6ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുന്നത്. ഓൾറെഡി ഇതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്, ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ഇതിനൊക്കെ ക്ലാസ്സുകൾ വേണം, ഇതിന് ചോദിക്കാൻ ചില ക്വസ്റ്റ്യൻസ് വേണം, ഇതിന് നോട്ട് വേണം, ഇതിന് ഡൗട്ട് ഉണ്ട് സാറെ ക്ലിയർ ചെയ്യണം. എല്ലാത്തിൻ്റെ സൊല്യൂഷൻ ഏതാ, എജുപോണിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആണ്. വളരെ ചെറിയ ഫീസോ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളൂ. അതായത് ഈ ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട്. അതായത് ഓഫറോട് കൂടി ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എജുപോണിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കമന്റ് ബോക്സിൽ എന്തുണ്ട്, നമ്മൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ തരിക എജുപോണിന്റെ ബാച്ചിലാണ്. ഡെയിലി റെക്കോർഡർ ആയിട്ടോ ലൈവ് ആയിട്ടോ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്നും പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ എജുപോണിന്റെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ബെസ്റ്റ്
ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. സോ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൊല്യൂഷൻ ഏതാടാ? എജ്യൂപോഡിന്റെ ബാച്ചാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കൂ, കാര്യങ്ങൾ സെറ്റ് ആവും. സോ നിങ്ങൾക്ക് അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എഫേർട്ട് ഇട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾ വിളിക്കും. അല്ലെങ്കിൽ nafi.eduport എന്ന എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നിങ്ങൾ അടിപൊളിയായിട്ട് എഫേർട്ട് ഇട്ടിട്ട് സൂപ്പർ ആയിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.